നമസ്കാരം. സോംജീസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയും വ്യത്യാസമൊന്നുമില്ലാതെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ നെഗറ്റീവായി തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അതിനു മുമ്പത്തെ രണ്ടാഴ്ചയും നെഗറ്റീവായി തന്നെയാണ് ക്ലോസ് ചെയ്തത്. അങ്ങനെ മാർക്കറ്റ് ഒരു ലെവൽ കീപ്പ് ചെയ്യുന്നു എന്ന് വേണം പറയാൻ. 23,000-നും 23,500-നും ഇടയിൽ നിഫ്റ്റി അങ്ങനെ നിൽക്കുകയാണ്. എവിടേക്ക് പോകണമെന്നറിയാതെ ഒരു ട്രിഗർ കിട്ടാൻ വിപണി കാത്തിരിക്കുന്നു എന്ന് തോന്നുന്നു നിലപാട് കണ്ടിട്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ശനിയാഴ്ചത്തെ ബഡ്ജറ്റ് തന്നെയാണ്. അതായിരിക്കും ഇനി മുന്നിലുള്ള ഏറ്റവും ശക്തമായ ഒരു സംഭവമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുവരെ ഈ റിസൾട്ടിൻ്റെ ബലത്തിൽ ഇങ്ങനെ ഓരോ ഷെയർ സ്പെസിഫിക് ആയിട്ടുള്ള ചില മൂവ്മെൻറ്റുകളൊക്കെ ആവും നടക്കുക എന്ന് തോന്നുന്നു. 23,000-ൻ്റെ സപ്പോർട്ടിലെത്തുന്നു, വീണ്ടും തിരിച്ച് വരുന്നു. മാർക്കറ്റ് അങ്ങനെ ആടിക്കളിക്കുകയാണ്. ബഡ്ജറ്റിനെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അതിനു മുമ്പ് നമ്മൾ ഒരു moneycontrol.com നടത്തിയ ഒരു സർവേയുടെ ഫലം നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തു കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് അറിയാനാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ചോദ്യങ്ങളായി ചോദിച്ചതും അവരുടെ റിപ്ലൈ കിട്ടിയതും. ഒരു 45ഓളം അനലിസ്റ്റുകളെ സമീപിച്ച് അവർ നടത്തിയ സർവേയുടെ ഫലമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനകത്ത് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളുണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണലുകളുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അനലിസ്റ്റുകൾ, ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ പ്രതിനിധികൾ, അവരൊക്കെ ആയിട്ടാണ് അവർ ഇത് ചർച്ച ചെയ്തത്. 2025 എപ്രകാരമായിരിക്കും, നിഫ്റ്റിയുടെ നില എവിടെയൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. 2025 നിഫ്റ്റി ഏത് വരെ എത്തും, അല്ലെങ്കിൽ ഡിസംബറിൽ ഇത് എവിടെയായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായത്. മാർക്കറ്റിന് ഇനി എത്രമാത്രം ഇടിവുണ്ടാകും, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിന് ഈ അനലിസ്റ്റുകളൊക്കെ നൽകിയ റിപ്ലൈ, അതിനുള്ള കാരണങ്ങളൊക്കെയാണ് അവർ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ഒന്ന് ക്രോഡീകരിച്ച് അതിനകത്തുള്ള സംഭവങ്ങളിൽ എന്തൊക്കെയുണ്ടെന്നൊന്ന് വിശദമാക്കാമെന്ന് കരുതിയാണ്. നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ധാരണകൾക്കും നമ്മളുടെ സ്റ്റോക്കുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു അടിസ്ഥാനപരമായ അറിവ് കിട്ടുന്നതിന് ഇതുപോലുള്ള സർവേകളുടെ അവരുടെ പ്രതികരണങ്ങൾ നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നതാണ്. അതായത് ഈ 45 അനലിസ്റ്റുകളെ സമീപിച്ചതിൽ 68% പറഞ്ഞത് ഇനി ഒരു 10% കൂടി, 63% പേരും പറഞ്ഞത് ഒരു 10% കൂടി മാർക്കറ്റിന് ഇനി ഇടിവ് വരാനുണ്ട് എന്നാണ്. അതേസമയം 28% പേർ പറഞ്ഞത് 10 മുതൽ 20% വരെ ആകാം ഇപ്പോഴുള്ള നിലയിൽ നിന്ന് ഇടിവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9% പേര് പറഞ്ഞിട്ടുള്ളൂ തിരുത്തലൊക്കെ പൂർത്തിയായി, ഇനി മാർക്കറ്റ് മുന്നോട്ട് കയറും എന്ന് പറഞ്ഞിരിക്കുന്നത് 9% പേരാണ്. അപ്പോൾ 63% പേരും പറഞ്ഞത് പരമാവധി ഇനി ഒരു 10% കൂടിയാണ് വരാനുള്ളൂ, അതായത് താഴാനുള്ളൂ എന്നാണ് മാർക്കറ്റിലെ 63% പേര് പറഞ്ഞേക്കണം. 10% വരെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഇത്ര ആവും തന്നെ ആയിക്കോളും എന്നല്ല, ഏകദേശം ഒരു 10% വരെ ഇനി അത് താഴാനുള്ള സാധ്യതയുണ്ട്, അതിൽ കൂടുതൽ പോകില്ല എന്നാണ് അവർ പറയുന്നത്. അതേസമയം 28% പേര് പറഞ്ഞ് 20% വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം 10% ആവും, അതിൽ നിന്ന് അത് 20% വരെ ആകാനും സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. 9% പേർക്ക് തിരുത്തലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ മാർക്കറ്റ് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 9% പേരേ അതിനുണ്ടായുള്ളൂ. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചപ്പോൾ ട്രംപിൻ്റെ പോളിസിയാണ് ഒരു കാരണം പറഞ്ഞത്. പുതിയ ഭരണത്തിന് ഏറ്റ ട്രംപ് നടപ്പാക്കുന്ന താരിഫുകൾ, ചൈനയുമായിട്ട് ട്രേഡ് വാർ ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇവരിത് പറഞ്ഞത്. പിന്നെ ബഡ്ജറ്റ്, ഈ വരുന്ന ബഡ്ജറ്റ്, അതിനകത്ത് തന്നെയുള്ളത് ഇൻഫ്ലേഷൻ റേറ്റ് ഒരു പ്രധാന ഘടകമായിരിക്കുമെന്നും ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ RBIയുടെ അവലോകനം വരുന്നത് വരെ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കും. അവരുടെ അവലോകനത്തിന് ഇതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതായത് മുന്നോട്ടായാലും പിന്നോട്ടായാലും കുതിക്കാൻ ബാങ്കിൻ്റെ RBI അവലോകനം ഒരു
മാനദണ്ഡമാക്കി അവരെല്ലാം എടുത്തിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. moneycontrol.com നടത്തിയ ഒരു സർവേയിലാണ് കേട്ടോ. അതിനകത്ത് കോർപ്പറേറ്റ് റിസൾട്ടുകൾ സ്വാധീനിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് കൊഡാക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ പ്രതിനിധി പറഞ്ഞത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ റിസൾട്ടുകൾ, അതായത് പ്രൊഡക്ഷൻ്റെ കൂടുതൽ അല്ലെങ്കിൽ ലാഭക്ഷമത, ഇതെല്ലാം എടുത്തതിന് ബാധിക്കും. വിൽപ്പന കുറയുക എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നതെന്നും അത് കൂടുതലായിട്ടും മാർക്കറ്റിനെ സ്വാധീനിക്കുമെന്നാണ് കൊഡാക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ നേതാവ് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ അവരിതിനെയൊക്കെ കാണുന്നതാണ് കൺസ്യൂമറിൻ്റെ ചിലവ് അല്ലാതെ കൺസ്യൂമർ കൂടുതൽ മുടക്കാൻ തയ്യാറാകാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാവാം. നമ്മുടെ സാമ്പത്തിക നില ശരിയായി വരുന്നതനുസരിച്ചാണല്ലോ ഇതൊക്കെ സംഭവിക്കുക. അപ്പോൾ കൺസ്യൂമേഴ്സ് കൂടുതൽ വാങ്ങിയാൽ കൂടുതൽ കമ്പനികൾ കൂടുതൽ ലാഭത്തിലേക്ക് വരും. അപ്പോൾ അതുവരെ അതിന് ആ സാധ്യത നിലനിൽക്കുന്നുണ്ട്, അതായത് താഴോട്ട് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ അനലിസ്റ്റുകളൊക്കെ പറഞ്ഞത്. 2025 അവസാനമാകുമ്പോഴത്തേക്കും മാർക്കറ്റ് എങ്ങനെയായിരിക്കും, അതായത് നിഫ്റ്റി എവിടം വരെ ആകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 52% പേരും പറഞ്ഞത് 25,000 മുകളിലായിരിക്കും നിഫ്റ്റി എന്ന് പറഞ്ഞു. 52% മുകളിൽ ആളുകളാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 26% പറഞ്ഞത് 25,000 27,000 വരെയും പോകാം. 25,000 മുതൽ 27,000 വരെ നിഫ്റ്റി പോയിട്ടുണ്ടാകുമെന്നാണ് 26% പേര് പറഞ്ഞത്. 16% പേര് അവിടെയുണ്ട് 27,000 മുകളിലായിരിക്കും നിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. 8% പേര് പറഞ്ഞേക്കണത് 23,000 താഴെയായിരിക്കുമെന്നാണ്. അതായത് ഇന്നത്തെ നിലയിൽ 23,100 നിൽക്കുന്ന നിഫ്റ്റി അതിലും താഴെയായിരിക്കും ഈ വർഷം അവസാനമാകുമ്പോഴാണ് 8% പേര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സർവേ അനുസരിച്ചാണെങ്കിൽ ശരിക്കും 52% പേര് പറഞ്ഞിട്ടുള്ളത് 25,000 മുകളിലായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമുക്ക് 24 ഹൈയിലേക്ക് എത്താൻ സാധിക്കുമോ എന്നറിഞ്ഞുകൂടാ. 26,300 ഏറ്റവും ഹൈ കാണിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ വന്നത്. അപ്പോൾ അതിനടുത്ത് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ 52% പേരുടെ അഭിപ്രായം ഇതാണ്. പിന്നെയുള്ളത് 26% പേര്, അതൊരു അല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാം. അവർ പറഞ്ഞിട്ടുണ്ട് 25,000 27,000 ഇടയിലെത്തുന്നു. 27,000 വരെ ആകാം, 25,000 മുകളിലേക്ക് പോകാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷനുകൾ ഇങ്ങനെയൊക്കെയാണ് എന്നാണ് ഈ അനലിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കൺസേൺ ഉണ്ട് ഇതിൽ. അതായത് മാർക്കറ്റ് അങ്ങനെയൊന്നും കുതിച്ചു പോകാനുള്ള സാധ്യത ഈ സാമ്പത്തിക വർഷം കാണുന്നില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. മാർക്കറ്റിന് തീർച്ചയായിട്ടും ട്രിഗറുകൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് ഇതുപോലെയുള്ള ബഡ്ജറ്റ്, പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെലവ് കൂട്ടുക, അതായത് ഇപ്പോൾ ഡിഫൻസിലേക്കും റെയിൽവേക്കൊക്കെ നൽകുന്ന വിഹിതം വർദ്ധിപ്പിക്കുന്നതാണെങ്കിൽ ആ മേഖലകളിലൊക്കെ ഉണ്ടാകുന്ന ഉയർച്ചകളിൽ നിന്നും ജനത്തിൻ്റെ കയ്യിലേക്ക് ക്യാഷ് വരുന്ന പദ്ധതികൾ ഉണ്ടാവുകയും ചെയ്താൽ മാറ്റം വരും. അത് പെട്ടെന്ന് മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം തീരാൻ പോകുന്ന ഈ സാമ്പത്തിക വർഷം അവസാനമാകുമ്പോഴത്തേക്കും മാർക്കറ്റിൽ വമ്പിച്ച ഒരു കുതിപ്പുണ്ടാകാനുള്ള സാധ്യതയൊന്നും നമുക്ക് കാണാനില്ല. അത് സാവകാശം സംഭവിക്കുന്നതാണ്. അതായത് ഈ ചെലവ് കൂട്ടുക, അതിനകത്തനുസരിച്ച് ജനത്തിൻ്റെ കയ്യിൽ കാശ് വരുന്നു, അത് വീണ്ടും മുടക്കുക, ഇങ്ങനെയൊക്കെ വരുന്നത് സാവകാശം മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അതുപോലെ ഒരുപാട് സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ളതാണ് ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ട്രേഡ് അമേരിക്ക ആയിട്ടുള്ളത് അല്ലെങ്കിൽ ചൈന ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ളതിനകത്തൊക്കെ വരുന്ന മാറ്റങ്ങൾ, അതായത് ഇപ്പോൾ ട്രംപ് വന്നിട്ട് അതിന് നിയമങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, താരിഫിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഈ ചൈനയുമായിട്ട് നേരിട്ട് ട്രേഡ് വാറ് തന്നെ രൂപപ്പെടുന്ന ഒരവസ്ഥ വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആഗോള സാമ്പത്തിക രംഗം തന്നെ ഇതിനെ ഒരുപാട് സ്വാധീനിക്കും, ഈ ഷെയർ മാർക്കറ്റിനെ. അതുപോലെയുള്ള കാര്യങ്ങളാണ് അവർ ഡിസ്കസ് ചെയ്തത്. അതിൽ നിന്നാണ് ഈ അഭിപ്രായം ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നതെന്നാണ് moneycontrol.com പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് കാണാനുള്ളത് മാർക്കറ്റിന് ഇത് എങ്ങനെയൊക്കെ ആവും, അപ്പോൾ എത്ര വരെ മാർക്കറ്റ് ഉയരാം എന്നൊക്കെ നമ്മൾക്ക് ഒരു പ്രതീക്ഷയുണ്ടല്ലോ. ആ പ്രതീക്ഷകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ സർവേയൊക്കെ ഞാൻ എടുത്തു കാണിച്ചത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അവബോധം, ഇപ്പോൾ മാർക്കറ്റിൽ ഇടപെടുമ്പോൾ മാർക്കറ്റ് 2024 ആ ലെവലിലേക്ക് ഇപ്പോൾ തന്നെ കയറി പോകും, അല്ലെങ്കിൽ ആ ലെവലിൽ നിന്ന് കടന്നു പോകും
എന്നൊക്കെയുള്ള നമ്മളുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറമാണ് വിപണി പെരുമാറുന്നത്. അത് ഈ രീതിയിലൊക്കെയാണ് ആളുകൾ വീക്ഷിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് അമിതമായ ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു വർഷമല്ല വരുന്നതെന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. അത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചില മൂവ്മെൻറ്റുകൾ നടത്തി നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ചിലത് നന്നായി പെർഫോം ചെയ്താൽ നമ്മൾക്ക് ഗുണമായി. അല്ലെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ തന്നെ വലിയ മൂവ്മെൻറ്റുകളില്ലാതെ നിലനിൽക്കും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. 25,000 വരെയൊക്കെ ഉയരുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ പ്രതീക്ഷിച്ച വമ്പനായിട്ടുള്ള മുന്നേറ്റമൊന്നും ഉണ്ടാകുമെന്നല്ല. കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഏറ്റവും കൂടിയ സമയത്ത് കിട്ടിയിരിക്കുന്നത് 18% റിട്ടേണൊക്കെ NSE തന്നു എന്നാണ് പറയുന്നത്. സെപ്റ്റംബർ വരെയുള്ളത് കണക്ക് കൂട്ടി നോക്കിയാൽ. അതിനുശേഷമാണ് അത് ഇടിഞ്ഞ് പോയതും 12%-ലേക്കും 10%-ലേക്കും ഒക്കെ റിട്ടേൺ ഒതുങ്ങിയതും. അപ്പോൾ നമ്മൾക്ക് ആ രീതിയിലുള്ള ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള റിട്ടേണുകൾക്ക് പ്രതീക്ഷയുള്ളൂ എന്നാണ് ശരിക്കും ഈ സർവേ ഒക്കെ പറയുന്നത്. അതെന്തുമാകട്ടെ, പുതിയ മാർക്കറ്റ് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന 2 സ്റ്റോക്കുകളെ കുറിച്ച് പറഞ്ഞിരിക്കാം. 2 സ്റ്റോക്കുകളും അതിൻ്റെ ഏകദേശം ഒരു 52 വീക്ക് ലോയിലെ അടുത്താണ് കിടക്കുന്നത്. അത് ഇൻഡെക്സിലെ നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ്, പവർ മേഖലയിൽ നിന്നുള്ള 2 സ്റ്റോക്കുകളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആവശ്യമൊന്നുമുള്ളതല്ല. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റോക്കുകളാണ്. നിങ്ങളുടെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ 1231 കിടക്കുന്നു. അതിൻ്റെ ഒരു 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 1202 അതിൻ്റെ ലോ. 1246 ഇപ്പോൾ നിൽക്കുന്നു. അപ്പോൾ ആ സ്റ്റോക്കിൽ എല്ലാവരും ഒരു ബൈയിങ് കാണുന്നുണ്ട്. ഒരു 36% വളർച്ച പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. ഈ അടുത്ത് തന്നെ 5-6 മാസത്തിനിടയിൽ 30% കൂടുതൽ റിട്ടേൺ നിങ്ങൾക്ക് തരും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ആർക്കും ഏത് സമയത്തും ഇപ്പോഴാണേലും എപ്പോഴാണേലും ചെറിയ എമൗണ്ടുകളൊക്കെ മുടക്കി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വരുത്തേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ് റിലയൻസ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പിൽ ഏറ്റവും കൂടി നിൽക്കുന്ന 16,86,500 മുകളിലാണ് ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നിൽക്കുന്നത്. എന്തായാലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുന്ന ആർക്കും 1 ഷെയറോ 2 ഷെയറോ വീതമാണെങ്കിലും അതിൻ്റെ സമയങ്ങളിൽ വയ്ക്കാവുന്ന ഒരു ഷെയറാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് അതുപോലെയുള്ള റിട്ടേണുകൾ അത് നൽകിയിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഇന്ന് തന്നെ നമുക്ക് റിട്ടേൺ എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്റ്റോക്കാണ് ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല. ലോങ് ടേമിലേക്ക് നിങ്ങളത് സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് കൂടുതൽ വാല്യൂ അഡീഷൻ തരുന്ന പ്രവർത്തനങ്ങൾ അതിലുണ്ടാകുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ തന്നെയാണ്. ഇനി പിന്നെ ജിയോയും റീറ്റെയിലും ഒക്കെ വിഭജിക്കപ്പെടുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെയുള്ള ഇത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് റിലയൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ല അവസരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നിരീക്ഷണങ്ങളും നിങ്ങളുടെ അഡ്വൈസറോടൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഇതിലൊക്കെ തീരുമാനമെടുത്ത് നിക്ഷേപിക്കാവുള്ളൂ. എങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞത് ഇതും ഒരു പവർ സെക്ടറിൽ നിന്നുള്ളതാണ്. ടാറ്റ പവർ ന്യൂ എനർജി മേഖലയിലൊക്കെ വളരെയേറെ മുതൽ മുടക്കിയിട്ടുള്ള കമ്പനിയാണ്. EV സെഗ്മെൻറ്റിൽ ടാറ്റ മുന്നേറിയതുപോലെ തന്നെ ടാറ്റയുടെ EV സെഗ്മെൻറ്റിന് വേണ്ടിയുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ടാറ്റ പവറാണ്. അവർ ചാർജിങ് സ്റ്റേഷനുകളായും ഒക്കെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പുതിയ മേഖലയിൽ, അതായത് സോളാർ എനർജിയുടെ മേഖലയിലായാലും വിൻഡ് എനർജിയുടെ മേഖലയിലായാലും ഒക്കെ കൂടുതൽ പ്രവർത്തനങ്ങളും കൂടുതൽ ഓർഡറുകളും അവർ വാങ്ങുന്നുണ്ട്. ആ ഓർഡറുകളൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ തീർച്ചയായിട്ടും കമ്പനിയുടെ വരുമാനത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ എല്ലാവരും തന്നെ പറയുന്നത്. ഇപ്പോൾ അതിനൊരു 40%-നടുത്ത് ഉയർച്ച ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ്
ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ഓടിച്ചാടി ഒരിക്കലും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും ഇതിൻ്റെ താഴ്ചകളിൽ വാങ്ങുക എന്നുള്ള പോളിസിയാണ് എടുക്കേണ്ടത്. ഡിപ്പ വരുന്നത് അനുസരിച്ച് മാത്രം വാങ്ങാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇന്ത്യയിലെ എനർജി സെക്ടറുകളിൽ പുതിയൊരു ഉന്മേഷം വന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ എനർജി സെക്ടറിൽ മുതൽ മുടക്കാൻ വരുന്നു. ഏത് ഇതെടുത്തു നോക്കിയാലും, എന്നത്തെ ഇതെടുത്തു നോക്കിയാലും ഒരുപാട് കമ്പനികൾ സോളാർ മേഖലയിലായാലും വിൻഡ് എനർജി മേഖലയിലായാലും ഒക്കെ പ്രവർത്തനങ്ങളുമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അത് കൂടുതൽ വൈദ്യുതി നമ്മൾക്ക് ആവശ്യമാണ്. ഇവിടുത്തെ എന്ത് പുരോഗതി വരുന്നതിനും വൈദ്യുതി ആവശ്യമാണ്. അപ്പോൾ വൈദ്യുതിയുടെ ലഭ്യത കൂടുന്നതനുസരിച്ച് തന്നെ അതിന് കൂടുതൽ ഉപയോക്താക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ എത്രയോ കൂടുതൽ വൈദ്യുതി ഇനി ആവശ്യമായി വരും. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോഴാണ് ടാറ്റ പവർ തീർച്ചയായിട്ടും നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ അല്പം ഉൾപ്പെടുത്താവുന്ന ഒരു ഷെയറാണ്. അതും ഇപ്പോൾ ഏകദേശം ഒരു 52 വീക്ക് ലോയിൽ അടുത്താണ് നിൽക്കുന്നത്. അതായത് 363 രൂപയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ 52 വീക്ക് ലോ എന്ന് പറയുന്നത് 338 രൂപയാണ്. അപ്പോൾ ആ ലെവലിൽ അത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു നിക്ഷേപത്തിന് സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ പരിശോധിക്കുക, നിങ്ങളുടെ അഡ്വൈസറുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. ഇതൊരു നിർദ്ദേശം നിക്ഷേപത്തിനുള്ളതൊന്നുമല്ല, നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടേതാണ് പണം, അത് നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം. അത് എത്ര കൂടിയുന്നുണ്ട് എന്നുള്ളതല്ല, അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഇടിവുകളും കുറവുകളും ഒക്കെ ഉണ്ടാകും. നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ ഇടിവുകളുണ്ടാകും. അതിനെ കണ്ട് ഭയക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതാണ് യഥാർത്ഥം. അത് അറിഞ്ഞുകൊണ്ട് മാത്രം നിക്ഷേപിക്കുക. നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ 2 ഷെയറുകളും ഒരു വർഷത്തിനിടയിൽ തന്നെ ഒരു 40-50% റിട്ടേൺ കിട്ടുന്ന രീതിയിലേക്ക് വളരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, നിങ്ങൾ ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. പുതിയതായി കേൾക്കുന്നവർ ഉണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻ്റ് ഇട്ടുമൊക്കെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ ശക്തി. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം.